പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കമാസം പ്രാർത്ഥന 9-ാം ദിവസം. പരിശുദ്ധ കന്യകയുടെ വിവാഹം. പരിശുദ്ധ കന്യക യൗവനയുക്തയാവുന്നതുവരെ ദേവാലയത്തിൽ ലോകപരിത്രാതാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പരിത്യാഗത്തിലും പ്രാർത്ഥനയിലും ജീവിതം നയിച്ചു. ദൈവസേവനത്തിൽ അവൾ അതീവ തൽപരയായിരുന്നു. കൂട്ടത്തിൽ വസിച്ചിരുന്നവരോട് സദാ സ്നേഹാദരങ്ങളോടുകൂടിയാണ് പെരുമാറിയിരുന്നത്. യൗവനപ്രായമായവർ ദേവാലയത്തിൽ വസിക്കുക അപലഷണീയമല്ലാതിരുന്നതിനാൽ മേരി യൗവനയുക്തയായപ്പോൾ അവളെ വിവാഹം കഴിച്ചയക്കാൻ ദേവാലയാധികൃതർ തീരുമാനിച്ചു. രൂപലാവണ്യത്തിലും മറ്റെല്ലാ സൽഗുണങ്ങളുടെയും നിലവിളമായിരുന്ന മേരിക്ക് അനുരൂപനായ ഒരു വരനെ ലഭിക്കണം. യഹൂദ നിയമം സ്വഗോത്രത്തിൽ ഉൾപ്പെട്ടവർ തമ്മിലുള്ള വിവാഹമാണ് പ്രോത്സാഹിപ്പിച്ചിരുന്നത്. ഗോത്രത്തിൻ്റെ അവികലത പരിരക്ഷിക്കുന്നതിനായിരിക്കാം ഇപ്രകാരം നിർദ്ദേശിച്ചത്. മേരി ദാവീദ് ഗോത്രജയായിരുന്നതിനാൽ പ്രസ്തുത ഗോത്രത്തിലുള്ള യുവാക്കന്മാരെ മാത്രമായിരിക്കാം വിവാഹത്തിനുള്ള ഉദ്ദേശമറിയിച്ചിരുന്നത്. എന്നാൽ വരുവാനിരിക്കുന്ന ലോകപരിത്രാതാവിൻ്റെ മാതാവിന് അനുരൂപനായ ഒരു വരനെ കണ്ടുപിടിക്കുക ദേവാലയാധികൃതർക്ക് ദുഷ്കരമായിരുന്നിരിക്കണം. തന്നിമിത്തം ദൈവപ്രചോദനത്താൽ അവർ അത്ഭുതകരമായി ഒരാളെ തിരഞ്ഞെടുക്കുവാനാണ് തീരുമാനിച്ചത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഒരു സ്ത്രീ വിവാഹിതയാകാതിരിക്കുക അപമാനകരമായിട്ടാണ് കരുതുക. അതുകൊണ്ട് പരിശുദ്ധ കന്യകയും യഹൂദാചാരപ്രകാരം വിവാഹിതയായി എന്നനുമാനിക്കുന്നതിൽ തെറ്റില്ല. കൂടാതെ പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ദൈവസുതൻ്റെ മാതാവായാലും അവളുടെ അഭിമാനം സംരക്ഷിക്കുന്നതിനും വിവാഹം ആവശ്യമായിരുന്നു. ഇക്കാരണങ്ങളാലാണ് പരിശുദ്ധ കന്യകയും വിശുദ്ധ യോസേപ്പ് പിതാവും തമ്മിലുള്ള വിവാഹം നടന്നത്. വിവാഹ കർമ്മത്തെ സംബന്ധിച്ച് അനുകരണ ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിട്ടുള്ളത് ഇതിഹാസ രൂപേണയാണ്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം വിവേകപൂർണമായ മാനം അലങ്കരിച്ചിരുന്നു. വിവാഹാനന്തരം വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കന്യകയും യഹൂദാചാര വിധികൾ അനുസരണമായി വിവാഹധർമാനുഷ്ഠാനമൊഴിച്ച് ഒരു മാതൃകാ കുടുംബജീവിതമാണ് നയിച്ചിരുന്നത്. എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളുടെയും പ്രതീകമാണ് നസ്രത്തിലെ തിരുക്കുടുംബം. 2 ക്രിസ്ത്യാനികൾ വിവാഹിതരാകുന്നത് വിശുദ്ധി പ്രാപിക്കുവാനായിട്ടാണല്ലോ. നമ്മുടെ കുടുംബങ്ങളെ ക്രൈസ്തവമാക്കി തീർക്കുവാൻ പരിശുദ്ധ കന്യകയുടെയും വിശുദ്ധ യോസേപ്പിൻ്റെയും മാതൃക പ്രചോദനമരുളണം. സംഭവം. കുടുംബസമാധാനം ലഭിക്കുന്നതിന് പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി വളരെ സഹായകമാകുന്നതാണ്. ഫാദർ പാട്രിക് വെയ്റ്റർ വിശ്വവിശ്രുത ജപമാല പ്രേക്ഷിതനാണല്ലോ. അദ്ദേഹം ഫിലിപ്പൈൻസിൽ ജപമാല പ്രചരണത്തിനായിട്ട് 1965 ചെന്നു. തദവസരത്തിൽ അവിടെ വലിയ ഒരു ജപമാല റാലി സംഘടിപ്പിക്കപ്പെട്ടു. ഫിലിപ്പീൻസിലെ പ്രൊവിൻസിൻ്റെ ഗവർണറാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഗവർണറുടെ മൂത്ത പുത്രൻ മദ്യപാനവും അസാൻമാർഗിക ജീവിതവും വഴി ഗവർണർക്ക് അപമാനം വരുത്തി വച്ചിട്ട് വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയിരുന്നു. അതിനാൽ ഗവർണർ മാതാവിനോട് അപേക്ഷിച്ചു. ജപമാല റാലിയുടെ പരിസര സമാപ്തിയിൽ അദ്ദേഹത്തിൻ്റെ പുത്രനും അദ്ദേഹത്തോടൊന്നിച്ച് ജപമാല ജപിക്കുവാൻ ഇടയാക്കണമെന്ന്. ഗവർണറും കുടുംബാംഗങ്ങളും ജപമാല ജപിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത്ഭുതമെന്നോണം അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രനും അവരോടൊത്ത് ജപമാലയിൽ പങ്കുകൊണ്ടു. ജപമാല റാലിക്ക് ശേഷം ഗവർണർ തന്നെ ഇത് പരസ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. പ്രാർത്ഥന. പരിശുദ്ധ കന്യകയെ അവിടുന്ന് വിശുദ്ധ യൗസേപ്പുമായിട്ട് വിവാഹിതയായിക്കൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യവും അതിൻ്റെ പരിശുദ്ധിയും ഞങ്ങളെ മനസ്സിലാക്കി. ഞങ്ങളുടെ ക്രിസ്തീയ കുടുംബങ്ങൾ നസ്രത്തിലെ തിരുക്കുടുംബത്തിൻ്റെ പ്രതീകങ്ങളായി തീരുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. വിവാഹ ജീവിതം വിശുദ്ധിക്കുള്ള ഒരാഹ്വാനമാണെന്ന് മനസ്സിലാക്കി ഇന്നത്തെ ദമ്പതികൾ അവരുടെ വൈവാഹിക ജീവിതത്തെ പവിത്രീകരിക്കട്ടെ. കുടുംബങ്ങളിൽ സമാധാനവും സേവന സന്നദ്ധതയും പുലർത്തട്ടെ. ഞങ്ങളുടെ ഭൗമികമായ ജീവിതം സ്വർഗീയ ജീവിതത്തിൻ്റെ മുന്നാസ്വാദനമാക്കി തീർക്കുവാൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമേ. അങ്ങു തന്നെ ക്രിസ്തീയ കുടുംബങ്ങളിൽ രാജ്ഞിയായി ഭരണം നടത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെ നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിങ്കൽ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടള്ളണമേ. ആമേൻ. ഇതിൻ്റെ ശേഷമുള്ള പ്രാർത്ഥനയും ലുത്തിനിയായും കഴിഞ്ഞുപോയ ഭാഗങ്ങൾ നോക്കുക. മൂന്നാം ഭാഗത്തിൽ കൃത്യമായി പറഞ്ഞിട്ട് പ്രാർത്ഥനകൾ ഉണ്ടാവുന്നതാണ്. സുഹൃത ജപം. അറിവിൻ്റെ ദർപ്പണമായ മറിയമേ, ദൈവിക കാര്യങ്ങളിൽ ഞങ്ങളെ അറിവുള്ളവരാക്കണമേ. ആമേൻ.